5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ കൂടാരമെടുത്തു, പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരെ തളിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേർ ഇട്ടു. മോശ ഒരു കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരെ തളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളയത്തിന് അകത്തോട്ട് കർത്താവിനെ കയറ്റാൻ പറ്റാത്തതുപോലെ പാളയം അശുദ്ധമായി പോയി. അതുകൊണ്ട് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരെ തളിച്ചു, അതിനൊരു പേരിട്ടു സമാഗമന കൂടാരം. മലയാളം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. ടെന്റ് ഓഫ് മീറ്റിംഗ് എന്നാണ് പറയുന്നത്, പക്ഷേ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ കറക്റ്റായിട്ട് ഇട്ട് എന്നറിയാമോ? സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമമായി ആഗമിച്ചെത്തുന്ന കൂടാരം, ടെന്റ് ഓഫ് മീറ്റിംഗ്. അതായത് അവിടെ എഴുതിയിരിക്കുന്നത് താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മോശ വരുന്ന കാര്യമെല്ലാം നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെയും, അതാണ് അവിടെ കാണുന്ന ഒരു കാര്യം, യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെയും എന്ത് ചെയ്യും? ഈ കൂടാരത്തിലേക്ക് വരും. അവൻ എന്ത് ചെയ്യും? അവൻ്റെ പാളയത്തിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കും, സമാഗമന കൂടാരത്തിലേക്ക് നടക്കും. എന്നിട്ട് നമ്മുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ നിന്നും ഇറങ്ങും. സമമായി രണ്ടുപേരും നടന്നു വരിക, രണ്ടുപേരും കൂടെ ആഗമിച്ചെത്തുന്ന സ്ഥലമാണ് ടെന്റ് ഓഫ് മീറ്റിംഗ്. അതായത് നമ്മളും ദൈവത്തെയും ദൈവം നമ്മളെയും കണ്ടുമുട്ടുന്ന ആ സ്ഥലം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സമാഗമന കൂടാരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങണം. ദൈവം അവൻ്റെ കൂടാരത്തിൽ നിന്ന്, അവൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് നമ്മളെ കണ്ടുമുട്ടുന്ന ഒരു ടെന്റ് ഓഫ് മീറ്റിംഗ്, ഒരു സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തിൻ്റെ മോശ കൂടാരത്തിൽ കിടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട്, 9-ാമത്തെ വാക്യം, യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. യഹോവ മോശയോട് സംസാരിച്ചു. നോക്കുക, 11-ാം വാക്യത്തിൽ കാണുന്നത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു. മോശ ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു കാര്യം, പക്ഷേ ദൈവം മോശയോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അതാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറയാൻ കാര്യം. എപ്പോഴും ദൈവസന്നിധിയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥ. അവിടെ വെച്ച് മോശ പറയുക 13-ാം വാക്യത്തിൽ, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. എന്നിട്ട് മോശ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല. നേരത്തെ പറഞ്ഞതാ, നിന്റെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ, പുറപ്പെടുവിക്കരുതേ എന്ന് പറയുന്നു. എന്നിട്ട് 14-ാം വാക്യത്തിൽ, അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. നമ്മൾ അന്ത്യോക്യ സഭയിൽ കാണുന്ന എന്താണ്? അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ദൈവം അവരോട് സംസാരിക്കുന്നതായ കാര്യമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കണ്ടത്. നമ്മൾ വായിച്ച വേദഭാഗത്ത് അത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ, 13-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ദൈവം അവരോട് സംസാരിച്ചു, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. കർത്താവ് സംസാരിക്കുകയാണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ. ഹോളി സ്പിരിറ്റ് സെഡ് ആൻഡ് ദ ചർച്ച് ഹേർഡ്. മാതൃകാ സഭയോട് ദൈവം സംസാരിക്കും, മാതൃകാ സഭ ദൈവം സംസാരിക്കുന്നത് കേൾക്കും. കൃത്യമായ സംസാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. സെറ്റ് അപ്പാർട്ട് ഫോർ മീ. എനിക്കായിട്ട് എനിക്ക് വേർതിരിപ്പീൻ. അതായത് ആദ്യം ഒരു സുവിശേഷകനെ ദൈവം പറഞ്ഞുവിടാൻ, ഒരു മിഷണറിയെ പറഞ്ഞുവിടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അവനെ ദൈവം വേർതിരിക്കുന്നത് അവനായിട്ടാണ്. ദൈവം തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവനെ ആക്കുന്നു. ഞാൻ വിളിച്ചിരിക്കുന്ന ആരാണ്?
വിളിച്ചിരിക്കുന്നത് ഞാനാണെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ശൗലിനെയും ബർന്നബാസിനെയും, എനിക്കായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പീൻ. ചർച്ചിനോടാണ് പറയുന്നത്. അവരെ വിളിക്കാം, പക്ഷേ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു ചർച്ചിനോട് ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു ചർച്ചിനോട് ബന്ധപ്പെട്ടാണ് ദൈവം എപ്പോഴും ഇടപെടുന്നത്. പിന്നെ ചർച്ച് അത് ഏറ്റെടുത്തില്ലെങ്കിൽ ചിലപ്പം വ്യക്തിപരമായി വിളിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷേ നോർമൽ വേയിൽ നമുക്കൊക്കെ ഒരു സഭയുമായി ബന്ധമുണ്ടായിരിക്കണം. ആ സഭ ദൈവത്തിൽ നിന്ന് കേൾക്കണം. പൗലോസും ബർന്നബാസും മാത്രം കേട്ടാൽ പോരാ, സഭ കേൾക്കണം. ആ സഭ ഒരു മാതൃകാ സഭയാണെങ്കിൽ ആ ദൈവ ശബ്ദം കേട്ട് അവരെ പറഞ്ഞയക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വിളിച്ചിരിക്കുന്നതായ വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പി. ദൈവസഭ ഒരു മാതൃകാ സഭ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ദൈവം പറഞ്ഞു അവരെ എനിക്കായിട്ട് വേർതിരിപ്പീൻ. അപ്പം മാതൃകാ സഭ എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി ഉണ്ടാക്കിയില്ല. നമുക്ക് ദൈവം ഇങ്ങനൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഇവരുടെ കാര്യങ്ങളൊക്കെ തിരക്കാൻ നമുക്കൊരു കമ്മിറ്റിയെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല. പകരം അവരെന്ത് ചെയ്തു? പിന്നെയും പോയിരുന്നു പ്രാർത്ഥിച്ചു. അതല്ലേ ഇവിടെ കാണുന്നത്. കമ്മിറ്റി ഉണ്ടാക്കുകയല്ല, പിന്നെയും പോയിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. കാര്യം, ഈ തീരുമാനം കമ്മിറ്റിയുടെ തീരുമാനമല്ല. ഇവരെ അയക്കുക എന്ന് പറയുന്നത് കമ്മിറ്റിയുടെ തീരുമാനമല്ല. ഇന്നിപ്പോ എല്ലാം കമ്മിറ്റി. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവം പറഞ്ഞത് ദൈവസഭ കേട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന സഭ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് അത് അനുസരിക്കുന്നതായ സഭ, അതാണ് അന്ത്യോക്യ സഭ. അന്ത്യോക്യ സഭ ഒരു മാതൃകാ സഭയാകുന്നതിൻ്റെ കാരണം അതാണ്. they heard the voice of the Holy Spirit and they obeyed the Holy Spirit. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവെക്കുന്നത് സഭയാണ്. അതിന് സംശയമൊന്നുമില്ല. സഭ കൈവെക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പറഞ്ഞയക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് ഗാഡ്. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പറഞ്ഞയക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. അതായത് ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുന്നതായ അന്ത്യോക്യയിലെ സഭ ഇവരെ കൈവച്ച് വേർതിരിച്ചു. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേട്ടിട്ടാണ്, അല്ലാതെ കമ്മിറ്റിയുടെ തീരുമാനമല്ല. എന്നാൽ അങ്ങനെ അവരെ പറഞ്ഞു വിട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. അപ്പോൾ മാതൃകാ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സഭയായിരുന്നു എന്ന് തന്നെയല്ല, ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്ന സഭയായിരുന്നു. അനുസരിച്ച് അവർ മിഷനു വേണ്ടി ആളുകളെ വേർതിരിച്ച സഭയായിരുന്നു. അവരെ പറഞ്ഞയച്ച, ഇറ്റ് ഈസ് എ സെൻഡിങ് ചർച്ച്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വളരെ പഠിക്കാനുണ്ട്. ഇറ്റ് വാസ് എ സെൻഡിങ് ചർച്ച്. പറഞ്ഞയക്കുന്ന സഭയായിരുന്നു. മിഷണറിമാരെ പറഞ്ഞയക്കുന്ന, അവരുടെ ഇഷ്ടമനുസരിച്ചല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ അവരെ പറഞ്ഞയച്ച സഭ. മിഷണറിമാരെ അയക്കുന്ന സഭയായിരിക്കണം നമ്മുടെ സഭകൾ. അത് ഇന്ന് ശരിയായ നിലയിൽ ഇപ്പം ദൈവശബ്ദം കേട്ട് പോകുന്നവർ ഒത്തിരി പേരുണ്ട്, പോകുന്നവരെ അയക്കുന്നവർ എത്ര പേരുണ്ട്? അതാണൊരു ചോദ്യം. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 10-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നോക്കുക, ആ ഒരു പ്രോസസ്സ് നോക്കിക്കേ.
ആര് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാലും രക്ഷിക്കപ്പെടും. പക്ഷേ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഈ ലോകത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ ലോകത്തിൽ ആര് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാലും രക്ഷിക്കപ്പെടും. പക്ഷേ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കണമല്ലോ, അറിയണമല്ലോ, സുവിശേഷം കേൾക്കണമല്ലോ. അവരെങ്ങനെ സുവിശേഷം കേൾക്കും? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അതേപോലെ പറയുന്ന കാര്യമാണ് പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും. അതിനോട് ചേർന്ന് പറയുന്ന കാര്യമാണ് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. അപ്പോൾ സഭകൾ എന്ത് ചെയ്യണം? സഭകൾ മിഷനറീസിനെ പറഞ്ഞയക്കുന്ന സഭയായിരിക്കണം. പറഞ്ഞയക്കുന്ന സഭ. ഹൗ ഷാൽ ദേ പ്രീച്ച് എക്സെപ്റ്റ് ദേ ബി സെന്റ്? പറഞ്ഞയക്കുന്ന സഭ. ഇന്നത്തെ ഒരു പ്രത്യേകത, ദൈവം വിളിക്കുമ്പോൾ ചിലരൊക്കെ പോകുന്നുണ്ട്. വിളിക്കുമ്പം പറഞ്ഞയച്ചൊന്നുമല്ല, പോകുന്നുണ്ട്. എന്നാൽ സഭയ്ക്ക് അയക്കുക എന്ന ചുമതലയുണ്ട് എന്നാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള സഭ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരു കാര്യം പോലും ഇല്ല. ഇതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ പോലുമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏത് യൂത്ത് മീറ്റിംഗ് നടന്നാലും, PYPയോ ICPFന്റെ ഏത് മീറ്റിംഗ് നടത്തിയാലും അതിനകത്ത് ഒരു മിഷൻ ചലഞ്ച് എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ സിംഗിങ് ആൻഡ് പിന്നെ കുറച്ച് പോസിറ്റീവ് തിങ്കിങ്ങിനുള്ള മെസ്സേജസും, ഏറ്റവും കൂടിയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മുമ്പേ പറഞ്ഞ പോലെ ദൂതൻ ഇറങ്ങി വരും, നിനക്ക് പൈസായും കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രസംഗങ്ങളും, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ പോലും ഇന്ന് ഇല്ല. അതിനുവേണ്ടി ആളുകളെ ഒരുക്കുന്നില്ല. പ്രസംഗിക്കാതെ ആളുകൾ എങ്ങനെ രക്ഷിക്കപ്പെടും? ഈ ജനങ്ങൾ രക്ഷിക്കപ്പെടണ്ടേ? അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കണമെങ്കിൽ ആരെങ്കിലും ചെന്ന് പ്രസംഗിക്കണം. ആരെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ സഭ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. സഭ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. അന്ത്യോക്യ സഭയുടെ പ്രത്യേകത ഏതാണ്? ഇന്നിപ്പോൾ സഭ കൂടുതലും ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത് എങ്ങനെങ്കിലും സഭയിൽ പണം ഉണ്ടാക്കാനും സഭയ്ക്ക് വലിയ കെട്ടിടം പണിയാനുമാണ്. ആഫ്രിക്കയിലൊക്കെ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. ഏത് സഭയുടെയും അല്ലെങ്കിൽ ഏത് പാസ്റ്ററുടെയും ആഗ്രഹം എന്നറിയാമോ? വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുക. ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കെട്ടിടം ഉണ്ട്. അവിടെ ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന, 100-150 പേർക്ക് ഇരിക്കാവുന്ന ഒരു കെട്ടിടമുണ്ട്. 100 പേർക്ക് ഇരിക്കാവുന്ന കെട്ടിടമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വേറൊരു കെട്ടിടം പണിയുകയാണ്, അത് 1000 പേർക്ക് ഇരിക്കാവുന്ന കെട്ടിടമാണ്. അപ്പം ഞാൻ പറഞ്ഞു എത്ര പേര് ആരാധനയ്ക്ക് വരുന്നുണ്ട്? 30 പേര് വരുന്നുണ്ടെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, തമാശ പറഞ്ഞതല്ല, നടന്ന കാര്യമാണ്. കെട്ടിടം പണിയുക എന്നുള്ളത് അവിടുത്തെ പാസ്റ്റർമാരുടെ വലിയൊരു ഇത്. കാര്യം അവിടെ വലിയ പാസ്റ്റർ എന്ന് പറയുന്നത് കൂടുതൽ ആളുകളുള്ള പാസ്റ്ററല്ല, ഏറ്റവും വലിയ കെട്ടിടമുള്ള പാസ്റ്ററെയാണ് അവർ വലിയ പാസ്റ്റർ എന്ന് പറയുന്നത്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട്, ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, മിഷനറിയോട് പറയണം ഞങ്ങൾക്കൊരു സഭ പണിയാൻ, ഹോള് പണിയാൻ സഹായിക്കാൻ പറയണം. ക്യാപ്റ്റൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇരിക്കാനുള്ള ഹോളാണ് വേണ്ടേ? ഒരു 200 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോള് പണിയണം. എന്നാൽ ക്യാപ്റ്റൻ ചോദിച്ചു ഇപ്പം എത്ര പേരുണ്ട് ആരാധനയ്ക്ക്? ഏകദേശം 10 പേര് വരുന്നുണ്ടെന്ന്. അത് തന്നെ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. പ്രിയമുള്ളവരെ, കെട്ടിടം പണിത് കൂട്ടാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സഭയുണ്ടെങ്കിൽ കെട്ടിടം പണിതാൽ കുഴപ്പമൊന്നുമില്ല. 500 പേരെ ആരാധിക്കാൻ അല്ലെങ്കിൽ 100 പേരെ ആരാധിക്കാനുണ്ടെങ്കിൽ നമ്മളൊരു കെട്ടിടം പണിത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യം പണിയാനാ, കെട്ടിടം പണിയാനല്ല. എന്ത് ദൈവരാജ്യം? യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ജനങ്ങളിൽ എത്തണം. അന്ത്യോക്യയിലെ സഭയിൽ ഇത്രയും ആളുകളുണ്ടായിട്ട് അവർ കെട്ടിടം പണിതായിട്ട് അവിടെ കാണുന്നില്ല. കെട്ടിടം പണിയുന്നതിന് ഞാൻ എതിരൊന്നും പറയല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മിഷണറിമാരെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ അവരെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി
13 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് പോയി. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. അവർ ദൈവവചനം പ്രൊക്ലെയിം ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. ദേ വർ പ്രൊക്ലെയിമിങ്. അപ്പൊ ഇവർക്ക് കിട്ടിയ കമ്മീഷനിങ് എന്തിനു വേണ്ടിയുള്ളൂ? ഇവരുടെ മേൽ കൈവച്ച് പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാ? പ്രൊക്ലെയിം ചെയ്യാനാ, പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ്. പ്രഘോഷിക്കുവാൻ. ഈ അന്ത്യോക്യ സഭയെക്കുറിച്ച് തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊക്ലമേഷൻ അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നെന്നാണ് നമ്മൾ 11 അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. 11 അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ. അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവര് യഹൂദന്മാരോടല്ലാതെ മറ്റവരോടും വചനം പ്രസംഗിക്കാതെ ഫെയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ സ്ഥലങ്ങളോളം സഞ്ചരിച്ചു. അവരെന്ത് ചെയ്തു? അന്ത്യോക്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. എന്നിട്ട് 21 വാക്യത്തിൽ കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള വർത്തമാനം യെരുശലേമിലെ സഭയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അവിടത്തോളം അയച്ചു. നോക്കുക, അവര് ഈ ആന്റിയോക്യൻ ചർച്ച് ഒരു പ്രൊക്ലെയിമിംഗ് ചർച്ചായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11 അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ബർന്നബാസ് വരുന്നു. അതിനുശേഷം ശൗല് വരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ 1 സംവത്സരം 26 വാക്യത്തിൽ അവർ 1 സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. They were proclaiming. ബഹുജനത്തെ, പുറത്തുള്ള ജനങ്ങളെ അവർ പ്രൊക്ലെയിം ചെയ്യുന്നതാ നമ്മൾ കാണുന്നത്. പ്രൊക്ലമേഷൻ സഭയുടെ ഒരു ചുമതലയാണ് ഇത്. പൗലോസും ബർന്നബാസും പോയി കഴിഞ്ഞുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പൗലോസും ബർന്നബാസും അന്ത്യോക്യയിലെ സഭയിലായിരുന്നപ്പോൾ തന്നെ സഭ പ്രൊക്ലെയിം ചെയ്തെന്ന്. പ്രൊക്ലെയിം ചെയ്യാനാണ്, പ്രഘോഷിക്കുവാനാണ് പൗലോസിനെയും ബർന്നബാസിനെയും പറഞ്ഞയച്ചത്. പക്ഷെ ആ സഭയും ഒരു പ്രൊക്ലെയിമിംഗ് ചർച്ചായിരുന്നു, പ്രഘോഷിക്കുന്ന സഭയായിരുന്നു എന്നുള്ളതാണ്.